പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 8-ാം തിരുലിഖിതമാണ് ഇന്ന് നാം പരിചിന്തനത്തിന് എടുക്കുന്നത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. അവർ എങ്ങനെയാണ് അഭിഷേകത്തിൻ്റെ സമയത്ത് അനുഗ്രഹം പ്രാപിച്ചത്? എൻ്റെ പേര് സെബാസ്റ്റ്യൻ, സെൻറ് തോമസ് മോറിയുടെ അംഗമാണ്. എൻ്റെ അളിയൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഇവർ വേളാങ്കണ്ണി പോയപ്പോൾ കാലൊന്ന് ഉളുങ്ങി. എന്നാൽ അത് ആസ്പത്രി കൊണ്ട് കാണിച്ചപ്പോൾ ആ കാല് ഭയങ്കരമായിട്ടൊന്ന് ചൂട് വെച്ചു. പക്ഷെ അത് കൊമളിച്ച് പൊട്ടി. ആകെ കുറച്ച് വിഷമമായി. വേറെ ആസ്പത്രിയിൽ പോയി. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ആ വിരൽ അവിടെ വെച്ച് മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ആ വിരല് തള്ള വിരൽ അവിടെ വെച്ച് മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. പഴുത്ത് അത്ര സീരിയസ് ആയി. അപ്പോൾ ആ മകൻ അഭിഷേകനെ കണ്ട് പ്രാർത്ഥിക്കുകയും ഞാൻ പറഞ്ഞ് ആ കാല് മുറിക്കാതെ സുഖപ്പെടുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞു. കർത്താവേ, അല്ല എൻ്റെ മകനെ ചൂട് ഡോക്ടേഴ്സ് മുറിച്ച് കളയുന്നു. മോൻ പറഞ്ഞ് ഡോക്ടേഴ്സ് എന്താ പറഞ്ഞേ? 60 ദിവസം ഞാൻ അവിടെ കാണിച്ചു. 60 ദിവസം ഹോസ്പിറ്റലിൽ കാണിച്ചു. വേളാങ്കണ്ണി വെച്ച് പറ്റി. പള്ളുരുത്തി വന്നൊരു ഹോസ്പിറ്റലിൽ കാണിച്ച് അവരിങ്ങനെയാക്കി. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ, എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് 60 ദിവസം കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇവരിൽ മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 60 ദിവസം വേദന സഹിച്ചല്ലേ, ഞാൻ പറയാമെന്ന് പറഞ്ഞ് പോന്നു. 60 ദിവസം വേദന സഹിച്ചതല്ലേ, അതിൽ എനിക്ക് പറയാം. കാരണം എന്താ, എനിക്ക് വേറൊരാളുണ്ട് കാണാനേ. എന്നിട്ട് പറഞ്ഞിട്ട് ഈ അഭിഷേകത്തിന്റെ പ്രോഗ്രാം നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ? അപ്പൊ അങ്കിൾ എന്നോട് പറഞ്ഞ് അത് മുറിക്കേണ്ടി വരൂല, ഞാൻ പ്രാർത്ഥിച്ചോളാം. അതാണ് നോക്കിയ, ഇതാണ് ദൈവഭക്തൻ, ഇതാണ് ദൈവഭക്തൻ, ഇതാണ് ദൈവഭക്തൻ, ഇതാണ് ദൈവഭക്തൻ.
അങ്കിൾ എന്ന് പറഞ്ഞാൽ അങ്കിളിന് ശരിക്കും ഇങ്ങനത്തെ കാര്യം നല്ല ബോധ്യമുണ്ട്. അഭിഷേകത്തിൻ്റെ പ്രോഗ്രാം, ഇങ്ങനത്തെ മലച്ചവിട്ടി പ്രാർത്ഥന, അങ്ങനത്തെ എല്ലാം ബോധ്യമുണ്ട്. അപ്പോൾ ഒരു തീരുമാനം പറഞ്ഞു. നമ്മൾ ചുമ്മാ അങ്ങനെ തീരുമാനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ദൈവത്തിൻ്റെ ഒരു സ്വരമായിരുന്നു കേട്ടോ. അങ്കിൾ പറഞ്ഞ് അത് മുറിക്കേണ്ടി വരില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നീ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാൻ വേണ്ടി പറഞ്ഞു. ഞായറാഴ്ച 8:30 മണിക്ക് ശാലൂരിലുള്ള നമ്മളെ പട്ടാഴ്ച നേരം നടക്കുന്ന ശുശ്രൂഷ കാണാൻ വേണ്ടി പറഞ്ഞു. ഈശോ നേരിട്ട് വരുന്ന സമയമാണ് അഭിഷേകാഗ്നി പ്രോഗ്രാം. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടു അല്ലേ? കണ്ടു, പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇപ്പോൾ കുഴപ്പമൊന്നും. അതിനുശേഷം ഒരു കംപ്ലീറ്റ് ആണ്. നോക്കിയേ, ഒരു പാട് നിങ്ങൾക്ക് കാണാൻ പറ്റണം, സ്ക്രീനിൽ കാണാൻ പറ്റണം. കണ്ടോ എൻ്റെ യേശുവേ കർത്താവേ, കംപ്ലീറ്റ് ഒരു സംഗതി പോലും ഇല്ലാതെ പരിപൂർണമായിട്ട് കർത്താവ് ഹീലിംഗ് നൽകി അനുഗ്രഹിച്ചു. ഞാനൊക്കെ ഇന്നാൾ വരെ ചേട്ടൻ എന്നത് പറഞ്ഞറിയാം, അച്ഛാ ഈ ഞായറാഴ്ച അഭിഷേകത്തിന് പ്രോഗ്രാം ഉണ്ടല്ലോ, ആ അഭിഷേകത്തിന് പ്രോഗ്രാമിൻ്റെ സമയത്ത് സ്വർഗം ഞങ്ങളുടെ വീട് സന്ദർശനത്തിന് വരുന്ന സമയമാണെന്ന് പറഞ്ഞു. നമുക്ക് സഹോദരങ്ങളെ, ഒരു ദൈവഭക്തനായ ഒരാളുണ്ടെങ്കിൽ എന്തുമാതിരി ഇല്ലെങ്കിൽ എന്തായിരുന്നു സ്ഥിതി എന്ന് കാരണം വിരലും മുറിച്ച് കളഞ്ഞ് നടക്കേണ്ട സ്ഥിതി വന്നാലേ. അപ്പോൾ അവൻ ചെയ്തു, അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അഭിഷേകത്തിനെ പറഞ്ഞു കരഞ്ഞ് നിർവഹിച്ച് പ്രാർത്ഥിച്ചു, കാര്യങ്ങൾ ഉയർത്തി കൈയടിച്ച വൻവിനകൾ വമ്മിടുകിൽ വലയുകയില്ലെൻ ഹൃദയം. വൻവിനകൾ വമ്മിടുകിൽ വലയുകയില്ലെൻ ഹൃദയം. വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം. വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം. വന്നിടുമോ പിന്നെ ഭയം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും വേഗം ചാടി എഴുന്നേൽക്കുക. നമുക്കൊന്ന് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. അഭിഷേകം ചൊരിയണം. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിനാവുകളെന്മേൽ പതിക്കുകയാൽ അഗ്നിജ്വാലകളെന്മേൽ നിറയുകയാൽ. അഗ്നിനാവുകളെന്മേൽ പതിക്കുകയാൽ അഗ്നിജ്വാലകളെന്മേൽ നിറയുകയാൽ. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. നന്നായി കൈയടിച്ച് ഇടത്തോട്ട് വലത്തോടൊക്കെ നനങ്ങി സന്തോഷത്തോടെ കുട്ടികൾ, യുവതിവാക്കന്മാർ, കുടുംബം മുഴുവനും ദൈവത്തെ ആരാധിക്കുകയാണ്. ലോകത്തിലെ ലക്ഷോപലക്ഷം കുടുംബങ്ങളോടൊപ്പം ഈ സമയം കർത്താവിനെ ആരാധിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവിൻ വരവിൻ സമയമതായി അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാണ്. യേശുവിൻ വരവിൻ സമയമതായി അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാണ്. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയാൽ. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയാൽ. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. 2 കരങ്ങൾ ഉയർത്തി വലിയ ആഹ്ലാദത്തോടെ ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ആരാധന. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ വചന ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ ഹൃദയങ്ങളിലും അവിടുന്ന് പ്രവർത്തിച്ച് നിത്യജീവൻ്റെ വെളിപ്പെടുത്തലുകൾ ഞങ്ങൾക്ക് നൽകണമേ.
ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ, ആത്മാക്കളെ ബലപ്പെടുത്തണമേ, തളർന്നിരിക്കുന്നവരെ അവിടെ നിന്ന് അഭിഷേകം ചെയ്യണമേ. വിദ്യാർത്ഥിനികളെ യുവതീവാക്കന്മാരെയും സ്വർഗീയമായ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 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 ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ ബലിയർപ്പിച്ച് വരുമ്പം ഒരു ദൈവ പൈതലിനെ കണ്ടു. ഏതാണ്ട് 25 വർഷത്തോളമായി ആ ദൈവ പൈതലുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ അട്ടപ്പാടിയിൽ വന്ന കാലം തൊട്ട് പരിചയമുള്ള ഒരു ദൈവ പൈതലാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരു ഉറച്ച മനുഷ്യനാണ്, പ്രാർത്ഥനയിലും കാര്യങ്ങളിലൊക്കെ ഉറച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയുകയാണ്, അച്ഛാ, ഈ അടുത്ത കാലത്ത് ഓരോ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ വിശ്വാസത്തിൻ്റെ ആ ജ്വലനം, ആ ഉണർവ് കെട്ടുപോകുന്ന പോലെ തോന്നുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈ ഒരു മനുഷ്യൻ്റെ മാത്രം അനുഭവമല്ല. പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാത്തവരുമായ ലക്ഷോപലക്ഷം വിശ്വാസികളുടെ ഒരു അനുഭവമാണ്. അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ഉണർവ് കെടുത്തുന്ന വിധമുള്ള ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങളും സാഹചര്യങ്ങളും ലോകത്തിലുണ്ടാവുക. ധാരാളം വചനപ്രഘോഷണം നടക്കുന്നുണ്ട്, ധാരാളം ദൈവിക ഇടപെടലുകൾ ദൈവമക്കൾക്ക് ലഭിക്കുന്നുണ്ട്, വിശ്വാസം ഉണരുന്നുണ്ട്. പക്ഷേ ചിലപ്പോഴെല്ലാം പ്രാർത്ഥന മുടങ്ങിപ്പോവുക, പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാവുക. ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലെ വചനം ഈശോ വെളിപ്പെടുത്തിയത്. ഈശോ ഒരു പ്രവചനം നടത്തുകയാണ്. ആ പ്രവചനം ഇതാണ്: മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഈ വചനം പറയുന്നതിൻ്റെ പശ്ചാത്തലം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ന്യായാധിപനും വിധവയും, ഒരു വിധവയുടെ ആ സങ്കടത്തിൽ ന്യായാധിപൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ നിരന്തരം മുട്ടി അവസാനം ആ ന്യായാധിപൻ നീതി നടത്തി കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈശോ പറയുന്നൊരു വചനമുണ്ട്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം. ഈശോ പറഞ്ഞത് എങ്ങനെയാണ്? രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? എന്താ ഇതിൻ്റെ അർത്ഥം? അതായത് ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന് ഇടപെടലുകളും കൊടുത്ത് ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കും. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്താലും അങ്ങനെ ഉത്തരം കൊടുക്കും ഈശോ പറയുകയാണ്. എന്നിട്ട് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായാലും കർത്താവ് പറയാണ്, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അങ്ങനെ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ ഇടപെടലും എല്ലാം ഉണ്ടെങ്കിലും സമൂഹത്തിൽ ചില പ്രത്യേക പ്രതിഭാസങ്ങളുണ്ടാവും. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രതിപാദനം ഞാൻ കാണുന്നുണ്ട്. 675-ാമത്തെ ഖണ്ഡിക, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 675-ാമത്തെ ഖണ്ഡിക. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സഭയുടെ അന്തിമ പരീക്ഷ. ക്രിസ്തുവിൻ്റെ 2ാം വരവിന് മുമ്പ് സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് പല വിശ്വാസികളുടെയും വിശ്വാസത്തെ പിടിച്ചു കുലുക്കും. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ പ്രാർത്ഥിച്ചു, ദൈവം ഇടപെട്ടു, അനുഭവം ഉണ്ടായി, അത്ഭുതം ഉണ്ടായി, വിശ്വാസം ഉണർന്നു, ആ ഉണർവിൽ ജീവിക്കാം, ആ ഉണർവിൽ സാക്ഷ്യപ്പെടുത്താം, കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ യേശുവിൻ്റെ 2ാം വരവ് അടുക്കും തോറും, യേശുവിൻ്റെ സെക്കൻഡ് കമ്മിങ് അടുക്കും തോറും വലിയ തരത്തിൽ വിശ്വാസത്തെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള ആ പ്രസ്ഥാനങ്ങളും സംഭവങ്ങളും സംഗതികളും ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി തിരുസഭ തൻ്റെ മക്കൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു അന്തിമ പരീക്ഷണത്തിലൂടെ സഭ യേശുവിൻ്റെ 2ാം വരവിന് മുമ്പ് കടന്നു പോകേണ്ടതുണ്ട്. അത് പല വിശ്വാസികളുടെയും വിശ്വാസത്തെ പിടിച്ചു കുലുക്കും. ഭൂമിയിലുള്ള സഭയുടെ
തീർത്ഥാടനത്തോട് ഒത്തുപോകുന്ന പീഡനം തിന്മയുടെ രഹസ്യത്തെ വെളിവാക്കും എന്ന് പറഞ്ഞാൽ എത്രമാത്രം സത്യസന്ധമായി പെരുമാറിയാലും, എത്രമാത്രം നീതിനിഷ്ഠമായി പെരുമാറിയാലും, എത്രമാത്രം നിർമ്മലമായി ഇരുന്നാലും ശരി, തിന്മയുടെ ഒരു ധിക്കാരം വ്യാപരിക്കാൻ തുടങ്ങും. തിന്മയുടെ ഒരു ധാർഷ്ട്യം വ്യാപരിക്കാൻ തുടങ്ങും. 677 പാരഗ്രാഫ്. സഭ തൻ്റെ കർത്താവിൻ്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും പങ്കുപറ്റുന്ന അന്തിമമായ ഈ പെസഹായിലൂടെ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ഇതിൻ്റെ അർത്ഥം? അതായത് ഇതിൻ്റെ അർത്ഥം ഇതാണ്: യേശുവിൻ്റെ കണ്ടിന്യൂവേഷനാണ് സഭ. ചേർച്ച് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ തുടർച്ചയാണ് സഭ. അങ്ങനെ യേശുവിൻ്റെ തന്നെ സ്ഥാനത്ത് നിൽക്കുന്ന യേശുവിൻ്റെ തുടർച്ചയായ യേശുവിൻ്റെ സഭ യേശു അനുഭവിച്ച അതേ വഴിയിലൂടെ, അതേ വിഷമത്തിലൂടെ തന്നെ കടന്നു പോകണം. യേശുവിനെ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് പിടികൂടി. യേശു ഗെത്സമൻ തോട്ടത്തിൽ അനുഭവിച്ച വേദനകളും പീഡനങ്ങളും നിങ്ങൾ ഓർമ്മിക്കണം. അതിനുശേഷം പീലാത്തോസിന് മുമ്പിൽ യേശു കൈകെട്ടപ്പനായി നിർത്തപ്പെട്ടു. അവിടുത്തെ വിചാരണകളും ആക്രോശങ്ങളും നിങ്ങൾ ഓർമ്മിക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെട്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത്, എത്രയോ ക്രൂരമായി അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു. അതിനുശേഷം ഗാഗുൽത്താമരയിലേക്കുള്ള കുരിശ് വഹിച്ചുള്ള യാത്ര, ആ യാത്രയുടെ ഇടയിൽ എന്തെല്ലാം തിന്മകളാണ് അദ്ദേഹത്തിൻ്റെ മേൽ അങ്ങോട്ട് അധിക്ഷേപമായി നിപതിച്ചത്. അവരുടെ അധിക്ഷേപങ്ങൾ എൻ്റെ മേൽ നിപതിച്ചു, അധിക്ഷേപങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അതിനുശേഷം ഗാഗുൽത്താമരയിൽ ചെന്ന് ആ വസ്ത്രങ്ങൾ പോലെല്ലാം അവിടെ നിന്ന് ഉരിഞ്ഞു മാറ്റി കുരിശിന്മേൽ തറച്ചു. ഈ ഒരു അനുഭവത്തിലൂടെ തന്നെ യേശുവിൻ്റെ 2ാം വരവിന് തൊട്ട് മുമ്പ് കർത്താവിൻ്റെ സഭ കടന്നു പോകേണ്ടി വരുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപപ്പെട്ട ഈ മതബോധനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും പങ്കുപറ്റുന്ന അന്തിമമായ ഈ പെസഹായിലൂടെ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് സഭ പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ അന്തിമ പെസഹ, യേശു പെസഹ ആചരിച്ചതുപോലെ ഒരു പെസഹായുടെ രാത്രിയിലൂടെ കടന്നു പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെസഹായുടെ രാത്രിയിലൂടെ നമ്മൾ കടന്നു പോകണം. ഈ ഉത്ബോധനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ഈ രാജ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത് സഭ ഉത്തരോത്തര ഉയർന്ന് ചരിത്രപരമായ ഒരു വിജയം കൈവരിക്കുമ്പോഴല്ല. പല ആളുകളും വിചാരിക്കുന്നത് യേശുവിൻ്റെ 2ാം വരവിൽ സഭ മഹത്വമണിയാൻ പോണത് സഭ ഇങ്ങനെ വളർന്ന് ഗ്ലോറിയസ് ആയി, ഒരു തെറ്റുമില്ല, ഒരു കുറ്റമില്ല, അതായത് ഇങ്ങനെ ആരും കുറ്റം പറയുന്നില്ല, എല്ലാവരും സഭയെ അംഗീകരിച്ച് എല്ലാവരും ഇങ്ങനെ ഗ്ലോറിയസ് ആയ സഭ ഇങ്ങനെ ഉയർന്ന് ചരിത്രത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുമ്പം യേശുവിൻ്റെ 2ാം വരവ്. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ അല്ല യേശുവിന് 2ാം വരവ് സംഭവിക്കാൻ പോകുന്നതെന്ന് സഭാപിതാക്കന്മാർ ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ രാജ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത് സഭ ഉത്തരോത്തര ഉയർന്ന് ചരിത്രപരമായ ഒരു വിജയം കൈവരിക്കുമ്പോഴല്ല, പിന്നെയോ തിന്മയുടെ അന്തിമമായ സ്വതന്ത്ര വിഹാരത്തിൻ്റെ മേൽ ദൈവം നേടുന്ന വിജയത്തിലൂടെ മാത്രമാണ്. അപ്പോൾ അന്തിമമായി സംഭവിക്കാൻ പോകുന്നത് തിന്മയുടെ സ്വതന്ത്രമായ ഒരു അഴിഞ്ഞാട്ടം ഉണ്ടാവും. തിന്മയുടെ സ്വതന്ത്രമായ ഒരു അഴിഞ്ഞാട്ടം, തിന്മയുടെ സ്വതന്ത്രമായ ഒരു ധിക്കാരപൂർവമായ ധാർഷ്ട്യപൂർണമായ ഒരു തേരോട്ടം ഉണ്ടാവും. തിന്മയുടെ സ്വതന്ത്രമായ വിഹാരത്തിന് മേൽ ദൈവം വിജയം നേടുന്നതിലൂടെയാണ് യേശുവിൻ്റെ 2ാം വരവിൻ്റെ ആരംഭം കുറിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരൻ, യേശുവിൻ്റെ കാര്യം തന്നെ ചിന്തിക്കുക. യേശുവിൻ്റെ ഗ്ലോറി ആരംഭിച്ചപ്പോഴാണ്, അതായത് യേശു കുരിശിൽ ചുമന്നു, ഗാഗുൽത്തായിലേക്ക് ചെന്നു, എല്ലാം വിധത്തിലും പിടിച്ചു പറിക്കപ്പെട്ടു, കുരിശുമേ തറയ്ക്കപ്പെട്ടു. അങ്ങനെ അവിടെ കിടന്ന് ഒരു പരാജിതനെ പോലെ അവിടുന്ന് കുരിശിൽ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. ആ അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞ അപ്പം തൊട്ടാണ് ദൈവത്തിൻ്റെ ശക്തി, മരിച്ചവരെ ഉയർപ്പിക്കുന്ന അത്ഭുത ശക്തി കല്ലറയിലേക്ക് വ്യാപരിച്ചു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, മഹത്വത്തോടെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അതുപോലെ സഭ ഈ അന്തിമ പെസഹായിലൂടെ കടന്നുപോയി
യേശു മരിച്ചതുപോലെ മരിച്ച് അതിനുശേഷം ദൈവശക്തി വിജയം വരിക്കുന്ന സമയത്താണ് യേശുവിൻ്റെ രണ്ടാം വരവെന്ന് പഠിപ്പിക്കുകയാണ്. പിന്നെയോ തിന്മയുടെ അന്തിമമായ സ്വതന്ത്ര വിഹാരത്തിന് മേൽ ദൈവം നേടുന്ന വിജയത്തിലൂടെ മാത്രമാണ് ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. തിന്മയുടെ ധിക്കാരത്തിന് മേൽ ദൈവം കൈവരിക്കുന്ന വിജയം കടന്നു പോകുന്ന ഈ ലോകത്തിൻ്റെ അന്തിമമായ പ്രാപഞ്ചികമായ തകിടം മറിച്ചിലിന് ശേഷം നടക്കുന്ന അന്തിമ വിധിയുടെ രൂപം സ്വീകരിക്കും. അപ്പം അന്തിമ വിധിക്ക് മുമ്പ്, യേശുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ തിരുസഭ, ഒരു അന്തിമ പെസഹായിലൂടെ തിരുസഭ കടന്നു പോകണം. ഇത് ദൈവവചനത്തെ ആസ്പദമാക്കി നമ്മുടെ സഭ നമുക്ക് നൽകുന്ന വെളിപ്പെടുത്തലുകളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള ഉത്ബോധനമാണ്. അപ്പോൾ ഒലിവുമലയുടെ അരികെ ഈശോ നിൽക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. യേശുവിനോട് ചോദിച്ചു, യേശുവേ, അങ്ങയുടെ രണ്ടാം വരവ് എപ്പോഴാണ്? അപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ സ്വന്തം പിതാവ് നിശ്ചയിച്ചുറപ്പിച്ച സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, അത് സ്വർഗസ്വനായ പിതാവിന് മാത്രമേ അറിയൂ. അപ്പോൾ യേശു പറഞ്ഞു, ആ സമയമോ മണിക്കൂറോ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തൻ്റെ രണ്ടാം വരവിന് മുമ്പ് ചില ലക്ഷണങ്ങൾ ലോകത്തിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെ വിവിധ ലക്ഷണങ്ങൾ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിലുണ്ട്. മാത്യു 24:10. അവിടെ കാണുന്ന ഇങ്ങനെയാണ്: അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. അനേകർ, 1, 2, 5, 10, 100, 1000, 10,000 അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിന്ന് നോക്കുമ്പോൾ, ചാനലുകൾ നോക്കുമ്പോൾ, പത്രമാധ്യമങ്ങൾ നോക്കുമ്പോൾ, സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ, നിങ്ങളുടെ ഒപ്പം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നവർ, നിങ്ങളുടെ ഒപ്പം പ്രാർത്ഥിച്ചിരുന്നവർ, നിങ്ങളുടെ ഒപ്പം യേശുവിനെ വിളിച്ചപേക്ഷിച്ചിരുന്നവർ ചിലപ്പോൾ വീണുപോയത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്തബ്ധരാകരുത്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. വെറുപ്പോടും കയ്പോടും കൂടെ വിശ്വാസത്തിൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവരെ, ഒരേ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുന്നവരെ, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരെ വെറുപ്പോടും കയ്പോടും കൂടെ ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷങ്ങൾ ഉണ്ടാകും. അതിനുശേഷം 24-ാം അധ്യായം 12-ാം വാക്യം മറ്റൊരു അടയാളം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. യേശുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് സംഭവിക്കുന്ന മറ്റൊരു പ്രതിഭാസം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അതിൽ 12. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും വിശ്വാസം തണുത്തുറഞ്ഞു പോകും. അധർമ്മം പെരുകുന്നതിനാൽ പലരുടെയും വിശ്വാസം തണുത്തു പോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങൾ ഈ വഴിമധ്യേ വീണ് പോകരുത്. ചുറ്റിട്ട് പലതും സംഭവിക്കും. കാറ്റൂതും, വെള്ളപ്പൊക്കമുണ്ടാവും. അത് നിങ്ങളുടെ വിശ്വാസ സൗധത്തിൻ്റെ മേൽ ആഞ്ഞടിക്കും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഇതാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ചുറ്റുവട്ടത്ത് പലതും സംഭവിക്കും. പലരും, നിങ്ങളുടെ ചുറ്റിനുള്ളവർ പലരും വീണു പോകും. പക്ഷേ ദൈവത്തിൽ ഹോൾഡ് ഓൺ. ദൈവത്തെ മുറുകെ പിടിക്കുക. അവസാനം വരെ സഹിച്ചു നിൽക്കുക. അവസാനം വരെ പിടിച്ചു നിൽക്കുക. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 9-ാം തിരുലിഖിതം. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. അപ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല. ഒരുപാട് കലഹങ്ങളെക്കുറിച്ച് കേൾക്കും. കലഹത്തിൻ്റെ ഭിന്നിപ്പ്. അവസാന കാലത്ത് യേശുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമാണ് ഭിന്നിപ്പ്, കലഹം. കുടുംബങ്ങളിൽ തമ്മിൽ കലഹം, ഇടവകളിൽ തമ്മിൽ കലഹം, രൂപതകളിൽ കലഹം, കോൺഗ്രിഗേഷനിൽ കലഹം. എവിടെ നോക്കിയാലും ഭിന്നിപ്പും കലഹവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ടും ഈശോ പറയുകയാണ്, നിങ്ങളിതിനെക്കുറിച്ചെല്ലാം കേൾക്കും. ഒരുപാട് കിംവദന്തികൾ കേൾക്കും. കിംവദന്തികൾ പ്രചരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ ഈശോ മുന്നറിയിപ്പ് തരികയാണ്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ അസ്തപ്രജ്ഞനാകരുത്, നിങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. എന്നിട്ട് പറയുകയാണ്, ഇനിയും അവസാനമായിട്ടില്ല. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്.
ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങാനും ലോകത്തെ ഒരുക്കാനും ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്താണ് ആയിരക്കണക്കിന് ദൈവമക്കളുടെ മേൽ സൗഖ്യങ്ങളും ഡെലിവറൻസും സംഭവിക്കുന്നത്. ഈ സമയം പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്ന സമയമാണ്. അനേകം മദ്യപാനികൾ ഈ സമയം വിടുതൽ പ്രാപിക്കും. തിന്മകളുടെ ബന്ധനത്തിൽ കിടക്കുന്ന ആത്മാക്കളെ ഈ സമയം യേശുവിൻ്റെ കുരിശു മരണത്തിൻ്റെ യോഗ്യതയാൽ ദൈവം ഇറങ്ങി വന്ന് വിടുവിക്കുന്ന സമയമാണ്. ഇപ്പോൾ രണ്ട് കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. രോഗികൾ ഇപ്പോൾ നന്നായി കരഞ്ഞ് പ്രാർത്ഥിക്കണം. എഴുന്നേക്കാൻ പറ്റാതെ കിടക്കയിൽ തന്നെ കിടക്കുന്ന രോഗികളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തൊട്ടടുത്തുള്ള രോഗികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ചിലർക്ക് പ്രേരണ നൽകുന്നുണ്ട്. അവർ ഇപ്പോൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. കുട്ടികൾ നന്നായിട്ട് കൈ ഉയർത്തി നല്ല വിധത്തിൽ പഠിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വാസ ജീവിതത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്ന് വീണുപോയവർ, ദൈവമേ എനിക്ക് വിശ്വാസം തിരികെ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. കൈകൾ നന്നായി ഉയർത്തിപ്പിടിക്കുക, ഉച്ചത്തിൽ സ്തുതിക്കുക. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ ശരീരങ്ങളിലേക്കും വ്യാപരിക്കണം. കുടുംബങ്ങൾ രക്ഷപ്രാപിക്കട്ടെ കർത്താവേ. ക്ഷീണങ്ങൾ മാറട്ടെ കർത്താവേ. യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ അങ്ങേക്കെന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഈ കാലഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.